സുഹൃത്തുക്കളെ, ഹയർ സെക്കൻഡറി അധ്യാപകനാവാനുള്ള യോഗ്യത പ്രധാനമായും മൂന്നെണ്ണമാണ്. ഒന്ന്, ഏത് വിഷയത്തിലാണോ നമ്മൾ പഠിപ്പിക്കുന്നത് ആ വിഷയത്തിലുള്ള ബിരുദാനന്തര ബിരുദം. രണ്ട്, ബാച്ചലർ ഓഫ് എഡ്യൂക്കേഷൻ BEd. മൂന്ന്, സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്, സെറ്റ് എന്ന പേരിൽ വിളിക്കുന്ന സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്. ആദ്യത്തെ രണ്ടെണ്ണം PGയും BEdും സാധാരണ പരീക്ഷ അധിഷ്ഠിതമായ യോഗ്യതയാണെങ്കിൽ മത്സര പരീക്ഷയിൽ വരുന്ന ഇനമാണ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ ടെസ്റ്റ്. പരീക്ഷയും മത്സര പരീക്ഷയും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. പരീക്ഷ പ്രധാനമായും നിങ്ങൾക്ക് ഒരു വിഷയത്തിൽ എത്രമാത്രം നിങ്ങൾക്ക് യോഗ്യതയുണ്ടോ അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടോ അത് അളക്കുന്ന മാനദണ്ഡമാണ്. സ്വാഭാവികമായും ഒരു ശരാശരി പഠിതാവിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 40% 50% ഒരു വിഷയത്തിൽ ഗ്രാഹ്യമുണ്ടെങ്കിൽ അയാൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷനും BEdും എളുപ്പത്തിൽ വിജയിക്കാവുന്നതാണ്. എന്നാൽ മത്സര പരീക്ഷ എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ്. എന്താണ് മത്സര പരീക്ഷയും തമ്മിലുള്ള വ്യത്യാസം എന്ന് അറിഞ്ഞാൽ മാത്രമേ ബിരുദാനന്തര ബിരുദവും BEdും ഉള്ള ഒരാൾക്ക് എളുപ്പത്തിൽ അധ്യാപക പരീക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പയായിട്ടുള്ള സെറ്റ് പാസ്സാവാൻ കഴിയുകയുള്ളൂ. കൊമേഴ്സ് വിഷയത്തെ സംബന്ധിച്ചിടത്തോളം സെറ്റ് പരീക്ഷ ഒരു കീറാമുട്ടിയായി നിൽക്കുന്നതും എന്തുകൊണ്ടാണ് സെറ്റ് പരീക്ഷയിൽ അത്രയേറെ നമ്മൾ ശ്രദ്ധിക്കാത്തത് എന്ന് നമുക്ക് നോക്കേണ്ടതാണ്. മത്സര പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം മറ്റ് അടിസ്ഥാന യോഗ്യതകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിന് കൃത്യമായ ഒരു ഡീപ്പ് സ്റ്റഡി ആവശ്യമാണ്. ഒരു വിഷയത്തിൽ ശരാശരി വിജ്ഞാനത്തെക്കാൾ ഉപരി കൃത്യവും വ്യക്തവുമായ ഒരു പഠനം ആവശ്യമാണ് മത്സര പരീക്ഷ. സെറ്റ് കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സിന്റെ സിലബസ് അനുസരിച്ച് കൃത്യമായും വ്യക്തമായും എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നതിനപ്പുറം ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്, ആഴത്തിലുള്ള പഠനം നമുക്ക് ആവശ്യമാണ്. രണ്ട്, നിശ്ചയമായിട്ടും 80-90% ചോദ്യങ്ങളും കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങൾക്ക് വിഷയത്തിലുള്ള പരിജ്ഞാനം എന്നതിനേക്കാൾ ഉപരി ആ വിഷയത്തെ നിങ്ങൾ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയണം. അത്തരത്തിലുള്ള ചോദ്യങ്ങളെയാണ് കോമ്പിറ്റൻസി ബേസ്ഡ് എന്ന് പറയുന്നത്. മൂന്ന്, മിക്ക ചോദ്യങ്ങളും സെറ്റ് പരീക്ഷയിലെ മിക്ക ചോദ്യങ്ങളും കൃത്യമായിട്ടും നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡിനെയും ആറ്റിറ്റ്യൂഡിനെയും അളക്കുന്നതായിരിക്കും. ഒരു അധ്യാപകൻ എന്ന രീതിയിൽ നിങ്ങളുടെ അധ്യാപനത്തോടുള്ള മനോഭാവം അല്ലെങ്കിൽ വിഷയത്തോടുള്ള മനോഭാവം അല്ലെങ്കിൽ വിഷയത്തോടുള്ള ആറ്റിറ്റ്യൂഡ് എന്തൊക്കെയാണ് എന്ന് കൃത്യമായി അളക്കുന്നതായിരിക്കും. നാല്, പ്രായോഗികത ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. എല്ലാ വിഷയങ്ങൾക്കും ഒരു പ്രാക്ടിക്കൽ സെൻസ് ഉണ്ടാവും. ആ പ്രാക്ടിക്കൽ സെൻസ് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യവും വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അവസാനത്തെ ഘടകം കൃത്യതയാണ്. കൃത്യമായ പഠനം ആവശ്യമാണ്. ഉദാഹരണത്തിന് ഒരു ചോദ്യത്തിന് 2 ശരാശരി ഉത്തരങ്ങളാണ് ഉള്ളതെങ്കിൽ ഇതിൽ ഏത് എന്നുള്ളത് കൃത്യമായി അറിയണമെങ്കിൽ അതിന് വ്യക്തവും കൃത്യമായ ഒരു ധാരണ ആ വിഷയത്തെക്കുറിച്ച് ഉണ്ടാവണം. സെറ്റ് കൊമേഴ്സ് പാസ്സാവണമെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് സെറ്റിന്റെ കൊമേഴ്സിന്റെ സിലബസിൽ ഊന്നിയ ഈ 5 കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒന്ന്, ഡീപ് സ്റ്റഡി. 2, കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. 3, അതിന്റെ പ്രായോഗികത. 4, നമ്മുടെ ആ വിഷയത്തിലുള്ള ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും. 5, കൃത്യതയും വ്യക്തതയും. ഈ 4 കടമ്പകളിലൂടെ ഒരു വിഷയത്തെ നമ്മളുടെ സിലബസിനെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മളുടെ സെറ്റ് പരീക്ഷയിൽ നമുക്ക് മുന്നേറാൻ കഴിയുന്നതാണ്. ഇനി നമ്മൾ സെറ്റ് പരീക്ഷയിൽ എങ്ങനെ കൃത്യമായി നമുക്ക് വിജയിക്കാൻ കഴിയും എന്ന് നമ്മൾ നോക്കണം. അതിന് കൊമേഴ്സ് സെറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സിലബസ് നമ്മൾ പഠിക്കേണ്ടതാണ്. കൊമേഴ്സ് വിഷയത്തിൽ ഏറെക്കുറെ നമ്മൾ പഠിക്കേണ്ട സിലബസ് ഒന്ന് മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് ആൻഡ് സ്ട്രാറ്റജിയാണ്. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മാനേജ്മെന്റ് ഈസ് എൻ ആർട്ട്, മാനേജ്മെന്റ് ഈസ് എ സ്കിൽ, മാനേജ്മെന്റ് ഈസ് എ സയൻസ്, മാനേജ്മെന്റ് ഈസ് എ പ്രൊഫഷൻ. ഒരു സംവിധാനം എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം
എന്നുള്ളതാണ് മാനേജ്മെന്റിന്റെ ആപ്തവാക്യം. അപ്പോൾ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് മാനേജ്മെന്റ് കൃത്യമായിട്ട് അറിയണം. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ 5 മൊഡ്യൂളിലായിട്ടാണ് മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് ആൻഡ് സ്ട്രാറ്റജീസ് സിലബസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 1 ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് മാനേജ്മെന്റ്, 2 മാനേജ്മെന്റിന്റെ അടിസ്ഥാന ഫങ്ഷൻസ് ആയിട്ടുള്ള പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ്, കൺട്രോളിംഗ്, മോട്ടിവേറ്റിംഗ് എന്നീ മേഖലകൾ, 3 ബേസിക് concepts and theories of management, understanding the individual and the group organizational development എന്നതാണ് 3ാമത്തെ പ്രധാനപ്പെട്ട മേഖല. 4 സ്ട്രാറ്റജിക് മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ്. ബേസിക് സ്ട്രാറ്റജിക് മാനേജ്മെന്റിനുള്ള ബേസിക് കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, അതിന് വിവിധ സ്ട്രാറ്റജിക് മാനേജ്മെന്റിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനമെടുക്കാനുള്ള മാനേജ്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഡിസിഷൻ മേക്കിംഗ് കോമ്പീറ്റൻസി എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ്, എന്തൊക്കെ അപ്രോച്ചസ് ആണ് നടത്തേണ്ടത്, ഡിഫറെന്റ് മോഡൽസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മൊഡ്യൂൾ 4 സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ വരുന്നത്. 5 സ്ട്രാറ്റജിക് പ്ലാനിംഗ് ആണ്. സ്ട്രാറ്റജിക് ഇംപ്ലിമെന്റേഷൻ ആൻഡ് സ്ട്രാറ്റജിക് കൺട്രോൾ സിസ്റ്റം, മൈക്കൽ പോർട്ടേഴ്സ് കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജീസ് എന്നീ ഘടകങ്ങളാണ് പ്രധാനമായിട്ടും ഇതിലുള്ളത്. ഇത്രയും 4 മേഖലകളിൽ ഉള്ള അറിവ് നമുക്കുണ്ടെങ്കിൽ, ഡീപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ, കൃത്യമായ രീതിയിൽ മാനേജ്മെന്റിൽ നമുക്ക് പൂർണ്ണമായ മാർക്ക് കരസ്ഥമാക്കാവുന്നതാണ്. എന്താണ് വിഷയം എന്നതിലുപരി അത് എങ്ങനെയാണ് പ്രായോഗിക തലത്തിൽ നാം എത്തിക്കേണ്ടത് എന്ന ഒരു ഫിലോസോഫിക്കലായിട്ടുള്ള ഒരു തരത്തിൽ നാം ആ വിഷയത്തെ, അതിലുള്ള ഓരോ മൊഡ്യൂളിനെയും സമീപിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ 90% മുകളിൽ മാർക്ക് നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്നതാണ്. യൂണിറ്റ് 2-ൽ ബിസിനസ് എൻവയൺമെന്റ് പോളിസി ആൻഡ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നീ വിഷയത്തെ കുറിച്ചിട്ടാണ്. ഒരു ബിസിനസ്സിനെ നമുക്കറിയാം, ബിസിനസ് എന്ന് പറയുന്നത് പെട്ടെന്ന് രൂപാന്തരപ്പെടുന്നതല്ല. ആ ബിസിനസ്സിനെ സ്വാധീനിക്കുന്ന, ആ ബിസിനസ്സിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാരാളം ഘടകങ്ങളുണ്ട്. നാം ചെയ്യുന്ന ബിസിനസ്സിനെ സ്വാധീനിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഘടകങ്ങളെയാണ് ബിസിനസ് സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. അത്തരം ബിസിനസ് സാഹചര്യങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു അവബോധം ഒരു പഠിതാവിന് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് യൂണിറ്റ് 2 എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെയാണ് ബിസിനസ് സാഹചര്യങ്ങൾ, ഏതൊക്കെ ഘടകങ്ങളാണ് ബിസിനസിന്റെ വളർച്ചയെ, പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നത്. നമുക്കറിയാം 2 ഘടകങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് മൈക്രോ എൻവയൺമെന്റൽ ഫാക്ടേഴ്സ് ഓർ മാക്രോ എൻവയൺമെന്റൽ ഫാക്ടേഴ്സ്. മൈക്രോ എൻവയൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ആ ബിസിനസിന്റെ ഉള്ളിലുള്ള സാഹചര്യങ്ങളാണ്. അതിലുള്ള കസ്റ്റമേഴ്സ്, അതിലുള്ള സപ്ലയേഴ്സ്, അതിലുള്ള ഇന്റർമീഡിയറീസ്, അതിലുള്ള ഏജന്റ്സ് തുടങ്ങിയ സംവിധാനങ്ങൾ, ഒരു കോമ്പറ്റീറ്റേഴ്സ് തുടങ്ങിയ സംവിധാനങ്ങൾ ഒരു ബിസിനസിനെ സ്വാധീനിക്കുന്നു. മാക്രോ എൻവയൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ബിസിനസ്സിന് അപ്പുറം, ഒരു ബിസിനസ്സുകാരനോ അതിനുള്ളിലുള്ള ഘടകങ്ങൾക്കോ അപ്പുറം രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക പരിസ്ഥിതികൾ ഒരു ബിസിനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പെസ്റ്റൽ എൻവയൺമെന്റൽ ഫാക്ടേഴ്സ് എന്നാണ് ഇതിന് പറയാറുള്ളത്. പൊളിറ്റിക്കൽ, ഇക്കണോമിക്കൽ, സോഷ്യൽ, ലീഗൽ, ടെക്നോളജിക്കൽ ഘടകങ്ങളാണ് അതിൽപ്പെടുന്നത്. 2 ആ മൊഡ്യൂളിൽ തന്നെ ബിസിനസ് എൻവയൺമെന്റ് പോളിസി ആൻഡ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിലെ 2ാമത്തെ പ്രധാനപ്പെട്ട മൊഡ്യൂൾ ഈ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ എക്കണോമിയെ കുറിച്ചിട്ടാണ്. ഇന്ത്യൻ എക്കണോമിക് സിസ്റ്റം എന്താണ്, GDP എന്ന് പറയുന്നത് എന്താണ്, പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് എന്താണ്, എക്കണോമിക് പ്ലാനിങ് എങ്ങനെയാവാം, അത് എന്താണ്, പ്രോബ്ലം ഓഫ് ഇന്ത്യൻ എക്കണോമി തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ചും, പോവർട്ടി അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ്, റൂറൽ ഡെവലപ്മെന്റ്, റീജിയണൽ ഇംബാലൻസ്, അതിനുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഗ്ലോബലൈസേഷൻ ആൻഡ് ഇന്ത്യൻ എക്കണോമി തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ മൊഡ്യൂളിൽ പ്രതിപാദിക്കുന്നത്. 3ാമത്തെ ആ യൂണിറ്റിലുള്ള ബിസിനസ് എൻവയൺമെന്റ് പോളിസി, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നീ മേഖലകളിലുള്ള 3ാമത്തെ മൊഡ്യൂൾ ഗവൺമെന്റും ബിസിനസ്സും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന പാഠഭാഗങ്ങളാണ്. പ്രധാനമായിട്ടും there is a close relationship between government and business as we know. WTO എന്താണ്, വേൾഡ് ബാങ്കിന്റെ ആവശ്യകത എന്താണ്, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് സിസ്റ്റം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പ്രധാനമായിട്ടും. ഫ്രീ ട്രേഡ് ഏരിയ എന്താണ്, എമർജിംഗ് ട്രെൻഡ്സ് ഓഫ് ബിസിനസ് എന്താണ്, ട്രേഡ് യൂണിയൻ എന്താണ്, കസ്റ്റംസ് യൂണിയൻ എന്താണ്, കോമൺ മാർക്കറ്റ് ആൻഡ് എക്കണോമിക് യൂണിയൻ
എന്തൊക്കെയാണ് തുടങ്ങി ഒരു ബിസിനസിന്റെ ബാഹ്യമായ ഘടകങ്ങളെ പ്രതിദാനം ചെയ്യുന്നതാണ് മൂന്നാമത്തെ മൊഡ്യൂൾ. ആ യൂണിറ്റിലുള്ള നാലാമത്തെ മൊഡ്യൂളാണ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെന്റ് പോളിസി നമ്മൾക്കറിയാം, എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസി, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നീ പറയുന്ന LPG എന്ന് നമ്മൾ ചെറുതായി പറയുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അതിലുള്ളത്. ഒപ്പം PPP പോളിസി, പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പ് പോളിസി, ഇത് ആണ് നാലാമത്തെ ഘടകം. അഞ്ചാമത്തെ ഞാൻ പറഞ്ഞു മാനേജ്മെന്റ്, പ്രധാനമായിട്ടും മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, MIS ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് ആ മൊഡ്യൂളിലുള്ളത്. എന്താണ് MIS? MISന്റെ ബേസിക് കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ് അതിലുള്ള ഡാറ്റ പ്രോസസ്സിംഗ് കോൺസെപ്റ്റ്, സിസ്റ്റം കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ഡാറ്റ ബേസ്ഡ് മാനേജ്മെന്റ് സിസ്റ്റം ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ തുടങ്ങി ഒരു മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതിലുണ്ട്. ഇതൊക്കെയാണ് മൂന്നാമത്തെ യൂണിറ്റിലുള്ളത്. അവസാനത്തെ യൂണിറ്റ് ആയിട്ടുള്ള യൂണിറ്റ് 3 ഉള്ളത് ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ആണ്. ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ പ്രധാനമായിട്ടും നമ്മൾ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന വിഷയത്തിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന അക്കൗണ്ടിംഗ് കോൺസെപ്റ്റുകൾ, അക്കൗണ്ടിംഗ് കൺവെൻഷനുകൾ, അക്കൗണ്ടിംഗ് ഓഫ് ട്രേഡിംഗ് ഓർഗനൈസേഷൻ, നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻ തുടങ്ങി ഏറെക്കുറെ 4 മൊഡ്യൂളിലാണ് ആ കാര്യങ്ങൾ ഉള്ളത്. ഒന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്ന അക്കൗണ്ടിംഗ് കോൺസെപ്റ്റിനെ കുറിച്ചും, രണ്ടാമത്തെ മൊഡ്യൂളിൽ അക്കൗണ്ടിംഗ് ഓഫ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിനെ കുറിച്ചും, അക്കൗണ്ടിംഗ് ഓഫ് നോൺ ട്രേഡിംഗ് കൺസേണിനെ കുറിച്ചും, മൂന്നാമത്തെ മൊഡ്യൂളിൽ കമ്പനി അക്കൗണ്ട്സിനെ കുറിച്ചും, നാലാമത്തെ മൊഡ്യൂളിൽ കമ്പനി അമാൽഗമേഷനെ കുറിച്ചും, അഞ്ചാമത്തെ മൊഡ്യൂളിൽ കമ്പനി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിനെ കുറിച്ചും ഒക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ പ്രതികരിക്കുന്നത്. യൂണിറ്റ് 4-ൽ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഏറ്റവും പ്രധാനമായിട്ടും ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്സ് ആണ്. QT എന്ന് പറയുന്ന മേഖല കൃത്യമായിട്ട് നമുക്കറിയാം. അതിലുള്ള ബേസിക് ബിസിനസ് റിസർച്ചിനെ കുറിച്ചും, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് റിസർച്ചിനെ കുറിച്ചും, ടൈപ്സ് ഓഫ് റിസർച്ചിനെ കുറിച്ചും, ഡാറ്റ കളക്ഷനെ കുറിച്ചും, പ്രോബ്ലം ഫോർമുലേഷനെ കുറിച്ചും അടങ്ങുന്ന ഒരു മേഖലയാണ്. ഇങ്ങനെ 4 യൂണിറ്റുകളിലായിട്ട് ഏറെക്കുറെ വ്യത്യസ്ത മൊഡ്യൂളുകളിലായിട്ടാണ് ഈ സെറ്റ് കൊമേഴ്സ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഓരോന്നും എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ളത് ഒരു മിയർ റീഡിങ്ങിനപ്പുറം കോമ്പിറ്റൻസി ബേസ്ഡ് ലേണിംഗ്, അണ്ടർസ്റ്റാൻഡിങ്, അവയർനെസ് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്കത് കരസ്ഥമാക്കാവുന്നതാണ്. എന്ത് എന്നതിലുപരി ആ പഠിക്കുന്ന വിഷയം എങ്ങനെ പ്രായോഗിക തലത്തിലേക്ക് എത്തിക്കാം എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് സെറ്റ് കൊമേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ശരാശരി വിദ്യാർത്ഥി കൃത്യമായിട്ട് പോസ്റ്റ് ഗ്രാജുവേഷനും BEdും കൊമേഴ്സിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആ വിഷയത്തിന്റെ ഒരു ഫിലോസോഫിക്കൽ വശത്തിലൂടെ കടന്നുപോയാൽ, ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ കടന്നുപോയാൽ ആ വിഷയം എളുപ്പത്തിൽ സെറ്റ് പാസ്സാവാം എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. നിങ്ങൾക്ക് എബിക് ലേണിംഗ് അതിനൊരു തുടക്കമാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.